ഹായ്, കഥ കേൾക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു വളരെ പണ്ട് നടന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരെ പണ്ട് ഒരു പട്ടണത്തിൽ, ഇംഗ്ലീഷിൽ നമ്മൾ സിറ്റി എന്ന് പറയും, അപ്പോൾ ഒരു പട്ടണത്തിൽ നടന്ന കഥയാണ് ഇന്ന് ഞാൻ കൂട്ടുകാരോട് പറയാൻ പോകുന്നത്. ഈ പട്ടണത്തിൽ ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു. ജഡ്ജ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മളതിന് ന്യായാധിപൻ എന്ന് പറയും. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്കറിയാമോ? അതായത് 2-3 പേര് തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ മക്കളുടെ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ആ വഴക്ക് തീർക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ചിലപ്പോൾ ഈ ക്ലാസ്സിലെ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ലീഡറോ മറ്റാരെങ്കിലും ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ആ വഴക്ക് പരിഹരിക്കുന്ന ആളെയാണ് നമ്മൾ ഈ ന്യായം വിധിക്കുന്ന ആൾ, ന്യായാധിപൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ജഡ്ജ് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ന്യായാധിപൻ എന്നാണ്. ഒരു പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യായാധിപന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രത്യേകത എന്നറിയാമോ? അതായത് ഈ ന്യായാധിപന് ദൈവത്തെ പേടിയുണ്ടായിരുന്നില്ല, അതായത് ദൈവത്തെ ഭയമുണ്ടായിരുന്നില്ല. രണ്ടാമത്, ഈ ന്യായാധിപന് മനുഷ്യനെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാരെ ആരും ഇയാൾ ബഹുമാനിക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ന്യായാധിപനെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യായാധിപൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഈ ന്യായാധിപനെ കാണാൻ വേണ്ടി ആ പട്ടണത്തിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ആ സിറ്റിയിൽ തന്നെയുള്ള ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ വന്നു. വിധവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അവർക്ക് ഭർത്താവില്ലാത്ത സ്ത്രീനെയാണ് നമ്മൾ സാധാരണ വിധവ എന്ന് പറയുന്നത്. അപ്പോൾ വിധവയായിട്ടുള്ള ഒരു അമ്മച്ചി അവിടെ വന്നു. അപ്പോൾ ഈ വിധവയായിട്ടുള്ള അമ്മച്ചി വന്നിട്ട് ഈ ന്യായാധിപൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്കെതിരെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ട്, ആ വിഷയത്തിൽ ഒരു തീർപ്പായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് ആരുടെ അടുത്ത് പറഞ്ഞു? ഈ വിധവ ഈ ന്യായാധിപൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യത്തെ തവണ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ ന്യായാധിപൻ എങ്ങനെയുള്ളതെന്ന് നമുക്കറിയാം. ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ അവൻ ആദരിക്കുന്നുമില്ല. അപ്പം ഒരു കൂസലുമില്ല. ആ അമ്മാമ അവിടെ വന്ന് പറഞ്ഞു പോയി. പിന്നെ അടുത്ത ദിവസവും അമ്മാമ ഇതേപോലെ തന്നെ വന്നു. അങ്ങനെ നോക്കി ഓരോ ദിവസം കഴിയുന്തോറും അമ്മാമ റെഗുലറായിട്ട് ഈ ന്യായാധിപനെ കണ്ടിട്ട് ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഏതേറെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും ഈ അമ്മാമ ഇങ്ങനെ വരുന്നു. അമ്മാമയ്ക്ക് ഒരു ഹെൽപ്പ് വേണം, അമ്മാമയ്ക്ക് എതിര് നിൽക്കുന്ന ആളെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ ന്യായാധിപൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ അമ്മാമ്മ വന്നത്. പക്ഷേ ന്യായാധിപന് ഇത് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ഒരു താല്പര്യമില്ല. ഓക്കെ, അങ്ങനെ ദിവസങ്ങൾ കുറേ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. പക്ഷേ ഈ ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും എന്നും ഈ അമ്മാമ്മ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഈ ന്യായാധിപനായിട്ടുള്ള മനുഷ്യൻ ആലോചിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ആളല്ല, മനുഷ്യരെ ആദരിക്കുന്ന ആളുമല്ല. പക്ഷേ ഈ അമ്മാമ ഡെയിലി മിക്കവാറും എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇതേപോലെ പറയുന്നുണ്ട്, ഹെൽപ്പ് വേണമെന്ന് ചോദിക്കും. ഇനി ഞാൻ അവർക്ക് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ ഒരു തോന്നൽ ഈ ന്യായാധിപൻ്റെ മനസ്സിൽ വന്നു. എന്നിട്ട് ന്യായാധിപൻ തീരുമാനിച്ചു, ഈ അമ്മാമ്മേനെ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഈ അമ്മാമ്മയുടെ ആവശ്യം എന്താണോ ഞാനത് ചെയ്തു കൊടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യായാധിപൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരാനുണ്ടായ കാരണം? ആ അമ്മാമ്മയ്ക്ക് ആവശ്യമുള്ള കാര്യം കിട്ടുന്നത് വരെ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു, അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ന്യായാധിപൻ്റെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കി. എന്ന് പറഞ്ഞ പോലെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഒരു തവണ ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് എഴുതുമ്പോൾ പെൻസിൽ കറക്റ്റ് പിടിക്കാൻ പറ്റില്ല, കറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ നമ്മളത് റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഇതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവണം. നമ്മളത് റെഗുലറായിട്ട് ചെയ്യണം. നമ്മളത് എന്നും അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ മാറ്റം വരും. ഓക്കെ, ഇതൊരു ഉപമയാണ്, ഉപമയുടെ സാരാംശമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഉപമ പറഞ്ഞിരുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവ് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയോട് അനുബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും കാര്യം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും
ആദ്യം ചെന്ന് പറയാനുള്ള സ്ഥലം നമ്മുടെ ദൈവത്തിൻ്റെ മുന്നിലാണ്. അപ്പം ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്കത് പറയാനുള്ളത് പ്രാർത്ഥനയിലൂടെയാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കതിന് പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടായി എന്ന് വരില്ല, പെട്ടെന്ന് അത് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ മടുത്തു പോകാണ്ട് ഈ അമ്മാമ്മ ചെയ്തതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കഥ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നാളെ നമുക്ക് അടുത്ത കഥ കേൾക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ഉമ്മ.